കയ്യിലിരുന്ന ടെസ്റ്റർ സാറിനെ തന്നിട്ട് ഇപ്പൊ കൈ കൊണ്ട് കാണിക്കുക. ഇവനെ കൊണ്ടായി അമേരിക്ക പോന്നെ. അമേരിക്ക ഇവൻ നിർത്തി കത്തിക്കും. കണ്ടു? ഇയാൾക്ക് വർക്ക് അറിയത്തില്ല. ഒരാൾക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല, ഒരാൾക്ക് വർക്ക് അറിയത്തില്ല. അപ്പൊ ഞാൻ ആരെ കൊണ്ടു ചിന്തിക്കേണ്ടതായിട്ടിരിക്കുന്നു. ചിന്തിച്ചൊക്കെ പറഞ്ഞാ മതി. എടാ ഞാൻ പോയി രക്ഷപ്പെടട്ടെ. ഒരു 2 ഇംഗ്ലീഷ് താടോ. ഞാൻ തരത്തില്ല, എന്നെ പണി പഠിപ്പിച്ചാ മതി. അത് ഞാൻ പഠിപ്പിക്കത്തില്ല. ആണോ? ഞാൻ തരത്തില്ല. തരത്തില്ലയോ? ഈ മൈക്കിന്റെ ഓണർ ഞാനാണ്, ഞാൻ പോയിരിക്കും. അങ്ങനാണെങ്കിൽ അണ്ണന്റെ രഹസ്യം ഞാൻ നാട്ടിൽ മൊത്തം പറഞ്ഞു നടക്കും. നീ പറയുവോ? ഞാൻ പറയും. അപ്പൊ നീ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുവോ? അല്ലയോ? സാരമില്ലടാ, നീ പോയി ജീവിക്കേ. അങ്ങനെ വഴിക്കുവാ, നീ പൊക്കോ. പൊക്കോടാ. സാറേ ഞങ്ങൾ പറഞ്ഞൊരു ധാരണയിലെത്തി. അപ്പൊ അണ്ണൻ പറയുന്നത് ഞാൻ പോകാനായി പറയുന്നത്. ഞാൻ അങ്ങനെ ആണെങ്കിൽ വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ എടുത്തോണ്ട് വരട്ടെ സാറേ? സാറേ ഈസ്റ്റ് എവിടാ? ഈസ്റ്റ് ഞാനിപ്പോ ഓർത്തോ അളിയോ ഇതുവോ അടക്കണ്ടോ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വിളിക്കുമ്പോ അങ്ങനെയാണോ വിളിയേക്കുന്നത്? അളിയാ ഒരു ഉപകാരം ചെയ്യാം അളിയാ, ഞാൻ അങ്ങ് മറന്നുപോയി. സജിയുടെ കടച്ചിട്ടുണ്ട് ഒരു ഈസ്റ്റ് മേടിച്ചത്. ഇപ്പൊ ഇവിടെ എന്തിനാ ഈസ്റ്റ്? എന്നളിയാ 10 16 കുറ്റിയെങ്ങാണ്ട് വെക്കണം. ഇതെല്ലാം കൂടി ഇനിയും പതച്ച് പൊങ്ങാനാണോ പുളിച്ച് പൊങ്ങാനാണോ? അടുക്കള അപ്പൊ അപ്പുറത്ത് പണിയേണ്ടി വരും. പിന്നെ ഓടിക്കോ. എന്തു ആളിയാ? അത് എന്റെ സ്ഥലമാ, 3 സെന്റ് സ്ഥലം. പറഞ്ഞാട്ടല്ലോ, അവിടെ കുത്താൻ പറ്റത്തില്ല. പറഞ്ഞാട്ടല്ലോ. താട്ടാ നീ അളിയനും മളിയനും ഒക്കെ ആയിരിക്കും, വെളച്ചം എന്റെ അടുത്ത് എടുക്കരുത്. ഞാൻ മേശരിയാന്ന് ഞാൻ കുത്തും. നീ കുത്തുന്നുണ്ടെങ്കിൽ നീ മേശരിയല്ല, നീ മുഷിയായിരിക്കും. എന്തോ ചെയ്യാനാ ചെന്ന് വാങ്ങിക്ക് പറ്റിയോ? എനിക്ക് വീതം തന്ന സ്ഥലം ഇത്. ഇവിടെ വീട് വെച്ചേക്കുന്ന പൈസ അവൻ ഗൾഫിന് പോയി. ഇപ്പൊ എന്നിട്ട് അവൻ വീട് വെക്കുക. ഞാനും എന്റെ ഭാര്യയോട് ഇപ്പൊ വാടക വീട്ടിലാണ് കഴിയുന്നത്. പിള്ളേരൊക്കെ അത് കൊള്ളാം. കല്യാണം കഴിച്ചപ്പോ അവള് നേർച്ചയിട്ടില്ലയോ? എന്തുവാ? ഒരു കുഞ്ഞിക്കാലി കണ്ടിട്ട് ഒരുമിച്ച് കിടക്കത്തുള്ളൂ. അയ്യോ അതങ്ങനാണ്. എനിക്കറിയാൻ. നമ്മുടെ വടക്കേലെ അപ്പച്ചില്ലയോ? ഇവിടെ അത് 1 വർഷമായോ മരിച്ചിട്ട്? 1 വർഷമായി ചേച്ചി. സത്യം പറയാൻ അറിയുന്നത് ഇന്നലെ മരിച്ചതുപോലെ. ആണോ? ആദ്യത്തെ സന്തോഷത്തോടാണ് പറയുന്നത്. ഞാൻ അവിടെ ഫോട്ടോ വെച്ചിട്ടില്ലടോ ഭിത്തിയില്. കഴിഞ്ഞ ദിവസം ഞാൻ ഫോട്ടോ ഇന്നലെ എടുത്ത ഫോട്ടോ പോലെ ചിരിച്ചോണ്ട്. ഭക്ഷണം ആരാ? അതാ ഞാൻ ദാസപ്പന് കൊടുത്ത്. ദാസപ്പന്റെ ആഹാരം കൊള്ളത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യ്, എന്റെ അമ്മാവനെ വിളിക്കേ. അതിലും വേദം ബ്രെഡും പഴവാ. സത്യം പറഞ്ഞാൽ ഇത് ഇവൾക്ക് ഇപ്പൊ കിട്ടിയ കഴിവല്ല. ഞാൻ പ്രസവിച്ച് 2 മാസം കഴിഞ്ഞ് കുറച്ചേരം നോക്കിയപ്പോ എന്റെ കുഞ്ഞിനെ കാണുന്നില്ല. എല്ലാവരും തെരഞ്ഞു നോക്കിയപ്പോ എന്താ, അവള് സിംഗപ്പൂര് പോയി നീന്തി തുടിച്ച് പാട്ട് പാടുന്നു. സ്വിമ്മിംഗ് പൂളാണ് ഉദ്ദേശിച്ചത്. സിംഗപ്പൂർ എന്താ സ്വിമ്മിംഗ് പൂൾ ഇല്ലേ? മിണ്ടാതിരി അവിടെ. പിന്നെ ഞാൻ എന്റെ മോളെ ഭയങ്കര ഓർഫനേജ് ആയിട്ടാ വളർത്തിയത്. യുനോ ഓർഫനേജ് എന്ന് പറഞ്ഞ അനാഥാലമാണ് തള്ളേ. അതൊക്കെ എനിക്കറിയാം, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഈ ഭയങ്കര ലാളിത്യമായി വളർത്തില്ലേ മോളെ, അതാണ് ഉദ്ദേശിച്ചത്. മലയാളം മതി കേട്ടോ. അതെന്താ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിഞ്ഞൂടെ? നിങ്ങൾ ഇത്രയും വലിയ ചാനലുകാരില്ലേ? അല്ല ഇംഗ്ലീഷ് അറിയാന്നുള്ളതുകൊണ്ടാ പറഞ്ഞു. ആണോ? നമുക്ക് പപ്പയെ വിളിക്കാം കേട്ടോ. കപ്പയൊക്കെ പാടത്തില്ലേ? ഡാഡിനെ വിളിക്കാം. ഓ ഡാഡി, യു കോൾ മീ ഡാഡി, യു നോ. ഭയങ്കരമായിട്ട് ബോറടിക്കും. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യുമെന്നറിയാവോ? അപ്പുറത്തൊരു കോഴി അട ഇരിക്കുന്നുണ്ട്. അതിന്റെ അടിയിൽ ഒരു താറാമുട്ട വാങ്ങി വയ്ക്കും. അപ്പൊ മുട്ട വിരിയുമ്പോ ഒരു താറാ കുഞ്ഞും ബാക്കിയെല്ലാം കോഴി കുഞ്ഞും. ഇതും പറഞ്ഞുകൊണ്ട് പൂവൻ കോഴിയും പെടക്കോഴിയും തമ്മിൽ അടിയാവും. അത് കാണുമ്പോ മുട്ട പൊട്ടിക്കുമ്പോ മഞ്ഞക്കാര് വെള്ളച്ചമ്മന്തി മുക്കി തിന്ന് നക്കി തിന്ന് നീ മുക്കി തിന്ന്. ഞാൻ പൊറോട്ട അലക്കണ എന്ത് അലക്കി കഴിഞ്ഞെങ്കിൽ അതൊന്ന് വിരിച്ചു. ആന ചിഹ്നം വീളിക്കും കാട് വിടന്നു സടകുടഞ്ഞ് സിംഹരാജൻ. ഓ ബലിക്കാക്ക് ചുബേട്ട് പോലത്തെ വന്നിട്ടുണ്ടോ? അതാണ് അരോചക അശോകൻ. അയ്യോ അയാൾക്ക് ഈ കിരികിരി ശബ്ദം കേൾക്കുമ്പോ ഇക്കിളിയാവും. എന്റെ പൊന്നു പൊന്നെ പൊണ്ണ പറഞ്ഞു വിടല്ല. ഒരു കന്യകാണെന്നാ ഞാൻ. Your name please? My full name is വെടിവച്ചാങ്കോവിൽ വിലാസിനി. എങ്കിലും പേര് ചോദിക്കണെങ്കിൽ പതുക്കെ പറഞ്ഞ. പുതിയ ഹെഡ്സെറ്റ് വാങ്ങിച്ചോ? ഇത് ഹെഡ്സെറ്റ് അല്ല, പിന്നെ എന്റെ ഹെഡിലേക്കുള്ള ഞരമ്പ. പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുകയാണ്. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കണോ? അങ്ങനെ ഉണ്ടാക്കണ്ടെങ്കിൽ 2 പൊറോട്ട ഉണ്ടാക്കും, എന്തെങ്കിലും വാരത്തിപ്പെടും. ചാരായ അല്ലേ അത്? എത്രയായി? 10 രൂപ മതി. ഇവിടെയൊക്കെ തന്നെ കാണും പഴം. എന്നെ നോക്കി പഴമെന്ന് പറഞ്ഞോടാ. പഴമാണ് എടുത്തത്. അയ്യോ ഇത് പഴമായിരുന്നു. ഈ പഴത്തിൽ ആദ്യമായി കാണുകയാണല്ലോ. തീർവച്ചാലും എടോ ഞാനത് ജപിച്ചു വെച്ച പഴമാ. നീ ജപിച്ചാലും ചവച്ചാലും ഞാൻ അത് തിന്നാ നീ പേടിക്കുവേ. പൊന്നപ്പോ എന്നാടാ ഈ പേടി എന്ന് പറഞ്ഞ?
എല്ലാരെയും പേടിപ്പിക്കുന്നത് എന്റെ അടുത്ത് പറയുക ഞാൻ പേടിക്കുമോന്ന്. ഈ പഴം തിന്നാലേ ഞാൻ പേടിക്കും. ഈ പഴം തിന്നാലേ ഞാൻ പേടിക്കും. ഞാൻ അപ്പഴേ പറഞ്ഞ ആവശ്യമില്ലാത്തത് ഇവിടെ ഇവിടെ ഭജന പാടാന്നേ വന്നത്. ഇതാണ് പുക പറഞ്ഞ വിഷയം. സ്മോക്കർ 10,000 രൂപയായി. കഴിയുമ്പളേ കുഞ്ഞിന് പോളിയോ കൊടുക്കണം. അവന് ബോളിയോ ബോണ്ടയോ എന്ത് വേണമെങ്കിലും ഞാൻ വാങ്ങിച്ചു കൊടുക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, അവൻ ജനിച്ചു കഴിഞ്ഞ ഉടൻ തന്നെ എന്നെ നോക്കി അച്ഛാ എന്ന് വിളിക്കണം. അത് നടക്കത്തില്ല. അതെന്നാ? ഒരു വയസ്സ് കഴിഞ്ഞ കുഞ്ഞ് സംസാരിക്കത്തില്ല മനുഷ്യ. അയ്യോ എന്റെ ദൈവമേ, ശാപം കിട്ടിയ ജന്മമാണല്ലോ എന്റെ. ഇതെന്താണ് ഈ നേരത്തെ പറയാഞ്ഞത്? വീട്ടിതാ ഇത്തിപ്പോലും വയമ്പുണ്ടായിരുന്നു. അത് ഞാൻ എടുത്ത് എന്റെ തത്തയ്ക്ക് കൊടുത്ത്. ആ തത്ത രാവിലെ എന്റെ തന്തയ്ക്ക് വിളിച്ചോണ്ടിരിക്കുക. അതുണ്ടായിരുന്നെങ്കിൽ ഞാൻ ആ കുഞ്ഞിന് കൊടുത്ത് അവനെ അച്ഛന്ന് വിളിപ്പിച്ചേനെ. എത്ര ലക്ഷം മുടക്കിയാലും ശരി തന്നെ അവനെ ഞാൻ അമേരിക്ക കൊണ്ടുപോയി ഞാൻ ചികിത്സിക്കും. ഇതൊക്കെ വേണ്ടി ഒരു ഗോയ്ക്കത്ത് തരും. ഒരാൾക്ക് മാത്രം പോകാൻ പറ്റണ ഗോയ്ക്കത്ത് തിരിച്ചിറങ്ങാൻ പറ്റിയില്ല. ഇപ്പൊ തേനീച്ചയെല്ലാം കുത്തി നീരിയേറ്റത് എങ്ങനെ ഇറങ്ങി വരും? പണ്ട് മരിച്ചു പോയി ചക്രവർത്തി ഇരുന്ന് മരിച്ച കസേരയാത്. ചക്രവർത്തി ഇരുന്ന കസേരയാന്നത്. അയാൾ വരുമ്പോ ഞാനങ്ങ് മാറി കൊടുത്താ പോരെ. കടിച്ചവളേ എന്നെ പട്ടിയെ വിട്ട് കടിച്ചവളേ നിന്റെ വെള്ളപ്പട്ടിയെ കൂട്ടിലിട്ട് വളർത്തടിമോ നീ കുട്ടി. ആ കുട്ടിപ്പട്ടിയെ കൂട്ടിലിട്ട് വളർത്തടിമോ നീ